2024 ഡൂറൻ കപ്പിന്റെ ഫൈനൽ മത്സരം അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. ഫൈനൽ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ വീഴ്ത്തിക്കൊണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ ആദ്യ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. ഇതുവരെയും ഒരു മേജർ ട്രോഫി പോലും നേടാൻ സാധിക്കാത്ത ടീം എന്ന ഒരു നാണക്കേടിലായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആദ്യമായി ഡൂറൻ കപ്പിന്റെ കന്നിക്കിരീടത്തിൽ മുത്തമിടുന്ന ആ കാഴ്ചയാണ് നമുക്കിന്ന് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും 2 ഗോളുകൾക്ക് പിന്നിട്ടതിനു ശേഷം സമനില ഗോൾ നേടിയായിരുന്നു നോർത്ത് ഈസ്റ്റിൻ്റെ തിരിച്ചുവരവ്. പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ നോർത്ത് ഈസ്റ്റിൻ്റെ ഗോൾ കീപ്പറായ ഗുർമീത് സിംഗിൻ്റെ രക്ഷപ്പെടുത്തലോട് കൂടിയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇപ്പോൾ ഫൈനലിൽ ജേതാക്കളായിരിക്കുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെയാണ് ഇപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഏതായാലും മോഹൻ ബഗാനെ പരാജയപ്പെടുത്തിയത് കൊണ്ട് തന്നെ അവർ എത്രത്തോളം മികച്ച ടീമാണെന്നത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും മോഹൻ ബഗാന് വേണ്ടി ജാമി മെക്ലാരൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ താരം ഇറങ്ങിയിരുന്നില്ല. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ ഒരു താരത്തെ കൊണ്ട് മാത്രം ഒരു ടീമിനെ ജയിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അത് നമുക്കറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഇതിൽ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോഹൻ ബഗാന് വേണ്ടി മലയാളി സൂപ്പർ താരമായ സഹൽ അബ്ദുൽ സമദ് ഗോൾ നേടി എന്നത് ഒരു സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് മലയാളി ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച്. എന്തായാലും ഇപ്പോൾ മോഹൻ ബഗാൻ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ നോർത്ത് ഈസ്റ്റിനോട് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഗുർമീത് സിംഗ് ആയിരുന്നു അവരുടെ രക്ഷകനായി അവതരിച്ചത്.